ഇവിടെ വന്ന് രണ്ട് MS സാർ പറയാത്തൊരു കാര്യം, ഇപ്പോൾ ക്ലബ്ബുകളെ കുറിച്ചിട്ടും മറ്റ് കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ ക്ലബ്ബുകളെ കുറിച്ചിട്ട് പരാതികൾ ഓഫീസിൽ വരാറുണ്ട്. ഇന്ന ക്ലബ്ബിൽ മദ്യപാനവും മയക്കുമരുന്ന് വിപണനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് 2-3 ക്ലബ്ബിൽ ഞാനിവിടെ വന്ന ശേഷം തന്നെ പോവുകയുണ്ടായി. പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാണ്, അത് പറഞ്ഞ വളരെ പരമാർത്ഥമാണ്. കാരണം വെച്ചാൽ ക്ലബ്ബുകൾ ഇവരൊരു റൂം ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ മദ്യപാനം ഇത് നടക്കുന്ന 2-3 ക്ലബ്ബുകൾ കാണുന്നുണ്ടായി. അവിടെ പോയി നമുക്ക് കേസെടുക്കാനൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അത് ഞാൻ പോയിട്ട് എന്താ വെച്ചാൽ കൊടുത്ത ഓർഡറെ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ പേരിൽ കേസെടുക്കും, ഇങ്ങനെ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും. ഞങ്ങൾക്ക് കാരണം വെച്ചാൽ അവിടെ അവർ കേസെടുക്കാനില്ല, പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതിന് നമുക്ക് കേസെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അത് ന്യൂസൻസാണ്, മറ്റുള്ള ന്യൂസൻസാണ്. പോലീസിന് വേണമെങ്കിൽ അത് വെച്ചിട്ട് ചിലപ്പോൾ പറ്റുമോ എന്നുള്ളത് അവർ പറയണം. അപ്പോൾ ഇത് പോയി കഴിഞ്ഞപ്പോൾ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇത് രജിസ്റ്റേർഡ് ക്ലബ്ബാണോ? അല്ല, പിന്നെന്താണ്? അപ്പോൾ ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ആ ഓണറാണ്. അത് കൃത്യമായിട്ട് തടയിടാൻ കഴിയണം. ഇപ്പോൾ നമുക്കറിയാം, പഞ്ചായത്തിനാണെങ്കിലോ അല്ലെങ്കിൽ അത്തരം ക്ലബ്ബുകൾ രജിസ്റ്റേർഡ് ക്ലബ്ബുകൾ ഇല്ലാത്തതൊന്നും അവിടെ സമ്മതിക്കാൻ പാടില്ല. അതാണ് ആദ്യം വേണ്ടത്. രജിസ്റ്റേർഡ് ക്ലബ്ബ് വേണം, അതിന് പ്രസിഡന്റ്, അതിന് പ്രത്യേകം ഒരു ഇതിന് വേണം, പ്രസിഡന്റ് വേണം, സെക്രട്ടറി വേണം. കാര്യങ്ങളിലെ സാംസ്കാരിക കൂട്ടായ്മയായിരുന്നു പണ്ട് ക്ലബ്ബുകൾ. ഇന്നതല്ല, ഇന്ന് മദ്യപിക്കാനും മറ്റേതിനും വേണ്ടിയിട്ട് എടുത്തിടുകയാണ്. ഇതവിടെ പരാതി വരുന്നുണ്ട്. ഇത് നമ്മൾ പോകുമ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടാവില്ല. അതേപോലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ബിൽഡിങ്ങിന് യാതൊരു രേഖയില്ലാതെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചേളാരിയിൽ നിന്നൊരു കേസെടുത്തത്, ആ ഓണർ അതിൽ സാക്ഷിയായിട്ട് ഒപ്പിടാൻ കൂട്ടാക്കിയില്ല, അയാളാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് കേസെടുത്ത് ഒരു റിമാൻഡ് ചെയ്തു. ആ ഓണറോട് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അയാൾ ഒപ്പിടാൻ കൂട്ടാക്കില്ല. അയാൾ എന്നാൽ അതിന് രേഖ, വാടകയ്ക്ക് കൊടുത്ത രേഖ ഉണ്ടോ ചോദിച്ചപ്പോൾ രേഖയില്ല. അപ്പോൾ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഇത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കൃത്യമായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് അതിന് സംവിധാനം എനിക്ക് എന്താണെന്ന് അറിയില്ല, ക്രൈറ്റീരിയ പാലിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇതേപോലെ നമ്മളൊരു കേസെടുക്കുന്നത്, ഞാൻ MLA സാറോട് പറയുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേസെടുക്കുന്ന സമയത്ത് പ്രാദേശികമായിട്ട് നമ്മളോട് സപ്പോർട്ട് ആയി നിൽക്കാൻ ഇപ്പോൾ ആൾക്കാരെ കൂടുന്നുണ്ട്. ആ ജനങ്ങൾ ചില സമയങ്ങളൊന്നും ഒപ്പിടാൻ കൂട്ടാക്കില്ല, സാക്ഷിയാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, ഞങ്ങൾ കറക്റ്റായ ഡിറ്റക്ഷൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾ പോലും ഉൾവലിയുന്നൊരു ഇതാണ് കാണുന്നത്. അവർക്ക് പേടിയാണ്, എപ്പോഴും ആദ്യമാണ്, ഇതിന് നമ്മൾ പുറകെ പോകേണ്ടി വരുമോ, ഇതിന് നമ്മൾ നൂലാമാലയാണ്. ഒന്നുമില്ല. നമ്മളൊരു ഡിറ്റക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ഒരു കഞ്ചാവ് കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിറ്റക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അത് നിങ്ങൾ കാണുന്നു. സാമൂഹ്യ പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് നാട്ടുകാർ. കാരണം വെച്ചാൽ അവർക്കൊക്കെ ഇത് ന്യൂസൻസാണെന്ന് അറിയാം. പക്ഷേ ഇതിൽ ഒപ്പിടാൻ അവർക്ക് മടിയാണ്. പിന്നെ നമ്മൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന രീതിയിൽ, 2 തരത്തിലാണെങ്കിൽ നമ്മൾക്ക് ഒപ്പിടിക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അതിന് ഞങ്ങൾ കുറേ അവർ വിളിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ്, ഇനി കോടതി കയറേണ്ടി വരും. ഒന്നുമില്ല, അത് കോടതി വരും, ആ വിളിക്കുന്ന സമയത്ത് പോകണം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അത്ര കഴിഞ്ഞു, അത്രയുള്ള കാര്യമുള്ളൂ. പിന്നെ അതേപോലെ നീഡ്സ്, എക്സൈസിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ആകെ 5000 സംതിങ് ആൾക്കാരാണ് സംസ്ഥാന തലത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ ഫോഴ്സാണ്, ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളെ മന്ത്രി തന്നെ ആവട്ടെ, എക്സൈസ് 98% കേസുകൾ ഞങ്ങൾ ഇപ്രാവശ്യം ഡിറ്റക്ഷൻ ഏറ്റവും കൂടുതലുണ്ട്. ഈ പരിമിതമായ ഫോഴ്സ് വെച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ ഈ പരപ്പനങ്ങാടി, ഈ വള്ളിക്കുന്ന്, നമ്മുടെ ഉൾപ്പെടുന്ന പരപ്പനങ്ങാടി റേഞ്ച് തന്നെ ഇഷ്ടംപോലെ ഡിറ്റക്ഷൻസ് ഉണ്ട്. ഓരോ വർഷവും നല്ല രീതിയിൽ കേസുകൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോ പരാതികളും പ്രാധാന്യത്തോടു കൂടെ അവിടെ ചെല്ലുന്നുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റികൾ, ജാഗ്രതാ സമിതികൾ വിളിക്കുന്ന, കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടൊക്കെ മീറ്റിങ്ങുകൾ ഉണ്ട്. ഇതിൽ വേറൊരു ഇത് വെച്ചാൽ, ഈ പഞ്ചായത്ത് കമ്മിറ്റികളും ജാഗ്രതാ സമിതികളും കൂടുമ്പോൾ അതൊക്കെ സജീവമായിട്ട് കൂടും, ഒപ്പിടും. പക്ഷേ മെമ്പർമാരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് അധികം ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെമ്പർമാർ, ഓരോ വാർഡ് മെമ്പർമാർ തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് കൃത്യമായിട്ടത് വരാനും കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഓഫീസിൽ വന്ന ഇൻഫർമേഷനും പിന്നെ ഞങ്ങൾ പേഴ്സണലി എടുക്കുന്ന കുറച്ച് അതായത് ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരാൾ പിടിച്ചാൽ ഞങ്ങൾക്ക് അതിന് ഇൻഫർമേഷൻ കിട്ടില്ല, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. വലിക്കുന്നവരെ പിടിക്കും, അവനാരാ കൊടുത്തു വയ്ക്കും, അവനാരെ കൊടുക്കും, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ സ്പൈ വർക്ക് പോലെയാണ്. അതെന്ന് വെച്ചാൽ ആ രീതി അവിടെ എല്ലാം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കാണിച്ച് ഞങ്ങൾക്കൊരു ആയുധങ്ങളില്ല, മനസ്സിലായില്ലേ? ആയുധങ്ങളില്ലാതെ കഞ്ചാവും ഇതും MDMA ഒക്കെ വലിച്ചിരിക്കുന്നിടത്ത് നമ്മളും കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ളതാണ്. ഈ യൂണിഫോമിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് നമ്മൾ പോയിട്ട് ജോലി ചെയ്യുന്നത്.
മനസ്സിലായില്ലേ? അതും ഞങ്ങൾ വർക്ക് തുടങ്ങുന്നത് പറഞ്ഞാൽ 6 മണി 7 മണി സമയം കഴിഞ്ഞാലാണ്, പിന്നെ സന്ധ്യാസമയം കഴിഞ്ഞാലാണ്. ഒരു പ്രിക്കോഷനും ഇല്ലാതെ ഈ പരിമിതമായ ആളുകളുമായിട്ട് പോയിട്ട് ഞങ്ങൾ എടുക്കുന്ന കേസുകൾ പിന്നെ അത് ധൈര്യപൂർവ്വം പോവുകയാണ്. ഈ യൂണിഫോമിൻ്റെ ഒറ്റ ബലത്തിൽ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടും ഞങ്ങൾ കേസുകൾ എടുക്കുന്നുണ്ട്. അത് ഞാൻ MLA മുന്നിലൊന്നും പറയുകയാണ്.